മക്കളോട് കുഞ്ഞുനാളിൽ ഡോൺ ഡു, ചെയ്യരുത് 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 എന്നല്ല പറയേണ്ടത്, ചെയ്യാം ചെയ്യാം ചെയ്യാമെന്ന് പറയണം. കുട്ടികൾ വിരിപ്പിൽ കിടക്കുന്ന സമയത്ത് പിടക്കും, പുറത്ത് വിരിച്ച സുപ്രയുടെ പുറത്തിറങ്ങും, മൂത്രമൊഴിച്ചാൽ പുറത്തായേക്കാം. ആ സമയത്ത് മാതാവിന് സങ്കടമല്ല വേണ്ടത്, സന്തോഷമാണ് വേണ്ടത്. എൻ്റെ കുട്ടി ചലനാത്മകമാണ് എന്ന് സന്തോഷിക്കണം. കുട്ടിയെ ചീത്ത വിളിക്കരുത്, തമാശക്കാണെങ്കിലും. കുട്ടി കമഴ്ന്ന് കിടക്കുകയും എഴുന്നേറ്റിരിക്കുകയും പിടിച്ചു നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മെഷീനുകളിലേക്ക് പോകണ്ട, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മെഷീനുകളിലൂടെയാകുമ്പോൾ പല ബ്രെയിൻ ജിമ്മും സ്കിപ്പാകും. കുട്ടിയുടെ വളർച്ചയിൽ സംസാരം, പഠനം, ഗ്രാഹ്യവായന പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഓരോന്നും, കമിഴ്ന്ന് വീഴൽ, പിടിച്ചു നിൽക്കൽ, എഴുന്നേറ്റിരിക്കൽ, മുട്ടിട്ടേയൽ, ചന്തിയിട്ടേയൽ, എല്ലാം ഓരോന്നും ബ്രെയിൻ ജിമ്മാണ്. ഈ ബ്രെയിൻ ജിമ്മുകളെല്ലാം നടക്കണം. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. പല പ്രഭാഷണങ്ങളിലും ആവശ്യത്തിന് വളരെ ചെറുതാണെങ്കിലും വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളിത് കേട്ടു നോക്കണം, പറ്റുമെങ്കിൽ പഠിക്കണം. അവിടുന്ന് അങ്ങോട്ട് മക്കൾ വളരുന്ന സമയത്ത് വിശാലമായ അവസരം കൊടുക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. ഭാര്യ ഗർഭിണിയാണ്, ഭാര്യ പ്രസവിച്ചിട്ട് ചെറിയ കുട്ടിയുണ്ട്. ഈ ഗർഭിണി ആയത് മുതൽ മൂത്ത കുട്ടി 3 വയസ്സായി, അല്ലെങ്കിൽ 3-4 വയസ്സായി കാണും. മൂത്തുകുട്ടി ഭയങ്കര ശാഠ്യം, കരച്ചിൽ, ബഹളം. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒന്ന്, മാതാവിനോട് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയും ഫോർഗിവ്നെസ് തെറാപ്പിയും ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു, കുട്ടിക്ക് നിങ്ങൾ യഥേഷ്ടം ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ടോയ്സുകൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ സെലിബ്രിറ്റിയാണ്, മാഷാ അല്ലാഹ്. 2 കാര്യം പറഞ്ഞു. ഒന്നെന്താണ്? നമ്മുടെ മാതാവ് ഒരു ഉമ്മ, ആ ഉമ്മയുടെ മനസ്സ് ശാന്തമായിരിക്കണം. എന്താ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി? ഇസ്ലാമിൽ ഒരു സ്റ്റൈലുണ്ട്. ഇസ്ലാമിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാറ്റിനും ഹംദ് പറയണം. ഞാനിവിടെ പ്രഭാഷണം തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാ, പ്രഭാഷണം തീരുമ്പോൾ അൽഹംദുലില്ലാ, രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ അമാതനി, ഒന്ന് ബാത്റൂമിൽ പോയി ഇറങ്ങുമ്പോൾ ഉഫ്രാനക്ക അൽഹംദുലില്ലാ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച അൽഹംദുലില്ലാ, എല്ലാറ്റിനും അൽഹംദുലില്ലാ, ഒന്ന് തുമ്മിയാൽ അൽഹംദുലില്ലാ. ഇതാണ് ഇസ്ലാമിക് ലൈഫ് മോഡ്. ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി, എല്ലാറ്റിനും ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഹംദ് 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 ഹംദ്. പക്ഷെ ഹംദ് എങ്ങനെ വേണം? എന്തൊക്കെ ഉണ്ടാചാര വിശേഷം? അൽഹംദുലില്ലാ, എങ്ങനെ പോന്നു. എണ്ണ തീർന്ന് അടുത്ത പെട്രോൾ പമ്പ് ലക്ഷ്യം വെക്ക് പോകുന്ന വണ്ടിയെ പോലെ ലോ 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 ആകരുത്. അൽഹംദുലില്ലാ പറയേണ്ടത് എങ്ങനെയാ? അൽഹംദുലില്ലാ റാഹത്താണ്. നിങ്ങൾ അറബികളോടൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അപകടം പറ്റി 16 അറിവും അറിഞ്ഞ് വണ്ടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അറബിയോട് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിഷയം? അൽഹംദുലില്ലാ 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 16 അൽഹംദുലില്ലാ പറയും മൂപ്പര്. അങ്ങനെ അവർ മെച്ചപ്പെടുകയും ചെയ്യും. ഹംദ് വലിയ വിഷയമാണ്. ഞാനൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹീൽ യുവർ ലൈഫ്, ലവ് യുവർ സെൽഫ്. ഗ്ലോബലി വലിയ ഒരു വോയിസിലുള്ളൊരു അപ്ഡേറ്റഡ് പോസിറ്റീവ് സൈക്കോളജിയിലെ ഒരു പ്രോഗ്രാമാണത്. 2 ഡേ പ്രോഗ്രാമിന് 50,000 ആണ്, 50,000 രൂപയാണ് ഫീസ്. എന്താ പഠിപ്പിക്കുന്നത്? ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സുമാണ് പഠിപ്പിക്കുന്നത്. ഹംദ്, അവർ ഹംദെന്ന് പറയൂല, അവർ താങ്ക്സ് എന്ന് പറയും. പക്ഷേ താങ്ക്സിനേക്കാളും എത്രയോ മടങ്ങ്, എത്രയോ മൾട്ടിപ്പിൾ പവർഫുള്ളാണ് ഹംദ് എന്ന വാചകം പോലും. ഹംദിലെ സ്പെല്ലിങ് പോലും, ഹുറൂഫ് പോലും മീനിങ് ഫുള്ളാണ്, ഇഫക്റ്റീവാണ്, ഇൻസ്പയർഡ് ആണ്. അതിലെ ഹർഫ് പോലും അങ്ങനെയാണ്. ഹംദ്, അൽഹംദുലില്ലാ. ആ വോയിസ് മോഡുലേഷൻ പോലും ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നതാണ്, മോട്ടീവ് ചെയ്യുന്നതാണ്, പ്രചോദിപ്പിക്കുന്നതാണ്, ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. പറയാൻ സമയമില്ല. നിങ്ങൾ വീഡിയോ കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടു നോക്കിയാൽ വിശദമായി പഠിക്കണം. ഞാൻ എൻ്റെ വാക്ക് പാലിക്കണമല്ലോ, സമയം. അടുത്തത് ഫോർഗിവ്നെസ്. ഫോർഗിവ്നെസ് എന്താണ്? നമ്മളെല്ലാവരോടും പുറത്തു കൊടുക്കണം. ആരോടും ഒന്നിനും വിരോധം ഉണ്ടാകരുത്. ഒരു മനുഷ്യനോട്, എന്നെ ഒരാൾ ചീത്ത വിളിച്ചു, ഞാനിവിടെ പ്രഭാഷണം നടത്തി, അൽഹംദുലില്ലാ നല്ല നീയത്തോടെ പ്രഭാഷണം നടത്തി, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരാൾ എന്നെക്കുറിച്ച് ആക്ഷേപം പറയാം, അയാൾ അവിടെ എന്തൊക്കെയോ മോശം ചെയ്തു എന്ന് ആക്ഷേപം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വിഷമിക്കണം? ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹുവെ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ,
അദ്ദേഹത്തിനും ജീവിതത്തിൽ ഖൈറ് നൽകണം. അദ്ദേഹം എന്തോ നല്ല ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ. അദ്ദേഹത്തിനും നീ ഖൈറ് നൽകണേ. ഞാൻ അയാളെ പിന്നാലെ അയാൾക്ക് എന്ത് ന്യൂനത ഉണ്ടെന്ന് നോക്കണോ? ഇല്ല. അയാൾക്കും പുറത്തു കൊടുക്കുന്ന മനസ്സ്, അത് പ്രാക്ടിക്കലി ഒരു തെറാപ്യൂട്ടിക്കൽ സ്റ്റൈൽ ചെയ്യുന്നതിന് ഫോർഗിവ്നെസ് തെറാപ്പി എന്ന് പറയും. ഈ കോഴ്സ് ഡിസൈൻ ചെയ്തത് ഒരു അമേരിക്കൻ ലേഡിയാണ്. ഞാൻ പറഞ്ഞ കോഴ്സ് ഡിസൈൻ ചെയ്തത് ലൂയിസ് എൽ ഹേ. 57-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന് 4th സ്റ്റേജ് കഴിഞ്ഞ് ഡോക്ടേഴ്സ് ഒഴിവാക്കിയ കേസാണ്. 97 വയസ്സ് വരെ ആരോഗ്യവതിയായി ജീവിച്ചു. എന്താ കാരണം? ഹംദും അഫുവും, ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും. ആയിരക്കണക്കിന് പേഷ്യൻസിൽ അവരിത് ഉപയോഗിച്ചിട്ട് പാറ്റന്റ് എടുത്തു. ഇന്നാള് ഇല്ല ഇപ്പോൾ, പക്ഷേ ആ കോഴ്സ് നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇസ്ലാം ഇത് നേരത്തെ അതിനേക്കാൾ ബ്രൈറ്റ്ഫുൾ ആയിട്ട് ഭയങ്കര ഗംഭീരമായി ഇസ്ലാം പഠിപ്പിച്ചു. ഹംദ് ഹംദ് ഹംദ്. ആഖിറത്തിൽ സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന പേരിൽ ഒരു വലിയ ഒരു ലോകം തന്നെയുണ്ട്. ആർക്കുള്ളതാ? ഹംദിന്റെ ആൾക്കാർക്ക്. എപ്പോഴും ഹംദ് വേണം, എല്ലാറ്റിനും ഹംദ് വേണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എല്ലാറ്റിനും ഹംദ് വേണം. ഹംദ് ശീലമാകണം. മനസ്സിലും നാവിലും നിറയണം ഹംദ്. അൽഹംദുലില്ലാ, അത് ശീലമാകണം. ഫോർഗിവ്നെസ്, വെറുപ്പ്. എന്നെ ഒരാൾ എന്നെ ഇപ്പൊ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെടുമ്പോൾ ഞാൻ എൻ്റെ പക്ഷത്തോ അയാളെ പക്ഷത്തോ? എന്നെ ഒരാള് അനാവശ്യമായി അല്ലെങ്കിൽ ആവശ്യത്തിന് ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ പക്ഷത്താണ്. അയാളെ എന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു, ഞാനും എന്നെ നശിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യുക. വിഷമിച്ചിരുന്നാൽ എൻ്റെ ശരീരത്തിൽ നിർമ്മിക്കുന്ന ഹോർമോണുകൾ എല്ലാം ബാഡാകും. എൻസൈമുകൾ മോശമാകും. എൻ്റെ ശരീരത്തിലെ കോശങ്ങൾ നശിച്ചു പോകും. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ വരാം. എൻ്റെ ഗ്രന്ഥികൾ നശിച്ചു പോകാം. അപ്പൊ ഞാൻ ആരുടെ പക്ഷത്താ? ഒരാൾ എന്നെ ആക്രമിക്കുമ്പോൾ വിഷമിച്ചിരിക്കുകയും ഞാൻ ദുഃഖിച്ചിരിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ശത്രുപക്ഷത്താണ്. ഫോർഗിവ്നെസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പക്ഷത്താണ്. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. തുഹിബ്ബുൽ അഫ്വ, നീ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അഫു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളമായി അഫു ചെയ്യണം. മക്കൾക്ക് അഫു ചെയ്യണം, മാതാപിതാക്കൾക്ക് അഫു ചെയ്യണം, രക്ഷിതാക്കൾക്ക് അഫു ചെയ്യണം, ശിഷ്യന്മാർക്ക് അഫു ചെയ്യണം, ഉസ്താദുമാർക്ക് അഫു ചെയ്യണം. എല്ലാവർക്കും ആരുടെയും മിസ്റ്റേക്കുകളുടെ പിന്നാലെ കൂടരുത്. ഒരാൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ പിന്നാലെ കൂടി ശിക്ഷിക്കാൻ പോകരുത്. സൽസ്വഭാവമല്ല. സൽസ്വഭാവം ഒരാൾക്ക് തെറ്റുപറ്റിയാൽ സാരമില്ല. അള്ളാഹുവാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു, അവൻ തികഞ്ഞവനാണെങ്കിൽ ഈ പടപ്പുകളിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ ശ്രദ്ധ അള്ളാഹുവിലേക്ക് തിരിക്കണം. അള്ളാഹു സമ്പൂർണനാണ്. ആ സമ്പൂർണനായ റബ്ബ് ഈ ലോകത്തിനൊരു ഘടന നൽകിയിട്ടുണ്ട്. ആ ഘടനയാണ് കുല്ലു ബനി ആദമ ഖത്വാ വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. മനുഷ്യർ അവർക്ക് തെറ്റുപറ്റാം. ആരാണ് നല്ലവൻ? വഖൈറുൽ ഖത്വാഈൻ അത്തവ്വാബൂൻ. തൗബയുണ്ടായാൽ മതി. എന്താണ് തൗബ? അൽ മുഅ്മിനു ഇദാ അഹ്സന ഇസ്തബ്ശറ വഇദാ സാഅ ഇസ്തഗ്ഫറ. ഒരു സത്യവിശ്വാസി നല്ലത് ചെയ്താൽ അൽഹംദുലില്ലാഹ്, ഇദാ സാഅ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ ഇസ്തഗ്ഫറ. അല്ലാതെ ഞാൻ സമ്പൂർണനാണ്, എനിക്കൊരു തെറ്റും പറ്റൂല, ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്കൊരു തെറ്റും പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്നത് മുഅ്മിനിന്റെ സ്വഭാവമല്ല. തെറ്റ് പറ്റരുതെന്ന് ആഗ്രഹിക്കണം, ശ്രമിക്കണം, അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കണം. തെറ്റ് സംഭവിച്ചാൽ ഇസ്തഗ്ഫറ, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. ഒരാൾ പറയുന്നു, ഉസ്താദേ നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ശരിയായില്ല, ഏതാ വാക്ക്? ഓക്കെ, ഇനി മുതൽ ഞാൻ തിരുത്ത കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ട മുദരിസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു മുദരിസ് എനിക്കൊരു മെസ്സേജ് അയച്ചു. സദാ എല്ലാ പ്രഭാഷണവും ഞാൻ കേൾക്കാറുണ്ട്, യൂട്യൂബിൽ വരുന്ന പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ചില ഉദാഹരണങ്ങൾ എല്ലാ പ്രഭാഷണത്തിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നെന്നെ എല്ലാ പ്രഭാഷണത്തിലും വന്നാൽ ശ്രോതാവിനൊരു മടുപ്പുണ്ടാകൂലേ? ഞാൻ പറഞ്ഞു, സന്തോഷം, ഞാൻ ശ്രദ്ധിക്കാം. പക്ഷെ ഈ പ്രഭാഷണത്തിലും ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് ചില നയവും നിലപാടുമാണ്. കാരണം
ഈ പ്രഭാഷണങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒരു ശ്രോതാവിന് ചില നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചില ഉദാഹരണങ്ങൾ ആവർത്തിച്ചെന്നെ പറയും. ചില ഉദാഹരണം മാറ്റുന്നുമുണ്ട്. അതിനുശേഷം ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഉണർത്തുമ്പോൾ അതിലൊരു ഖൈർ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാനത് ഉണർത്തും. അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട സമീപന രീതി. ഖൈറുൽ ഖത്വാഈൻ അത്തവാബൂൻ, തൗബ ഉണ്ടാവുക. തെറ്റുപറ്റിപ്പോയാൽ ഞാൻ തിരുത്തുന്നു. തെറ്റ് പറ്റില്ല എന്ന് ചിന്തിക്കുന്നത് മിസ്റ്റേക്കാണ്. തെറ്റ് പറ്റരുത് എന്ന് ചിന്തിക്കുന്നത് നല്ല സ്വഭാവമാണ്. പടച്ചോനെ തെറ്റു പറ്റാതെ ജീവിക്കണം, ഹറാമ് ചെയ്യരുത്, കറാഹത്ത് ചെയ്യരുത്, മറ്റൊരാൾ ഉപദ്രവിക്കരുത്, അനാവശ്യം പറയരുത് എന്ന് ചിന്തിക്കുന്നത് നന്മയാണ്. എനിക്കങ്ങനെ ഒന്നും വരൂല, ഞാനൊരു തികഞ്ഞവനെന്ന തോന്നൽ അത് മിസ്റ്റേക്കാണ്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.